അതെ, ആ അനുപമയല്ല ഈ അനുപമ എന്ന് സംഘികൾക്ക് പറഞ്ഞു തന്നെ കൊടുക്കേണ്ടി വരും. കളക്ടർ അനുപമയ്ക്കെതിരെയുള്ള പ്രതിഷേധം നടി അനുപമ പരമേശ്വരന്റെ പേജിലാണ് ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. അന്ന് നീ ജോർജിനെ തേച്ചു, ഇന്ന് സുരേഷ് ഏട്ടനെയും. നിന്റെ അടുത്ത അയ്യപ്പൻ ചോദിക്കും, അല്ലെങ്കിൽ കുമ്മനം ചോദിക്കും. വിഷ്ണുവിന്റെ 23ാമത്തെ അവതാരമാണ് കുമ്മനം. സിനിമാ നടിയായി ഇവൾ കോഴ കൊടുത്തു വാങ്ങിയതാണ് IAS. പിണറായി കൂട്ടുനിന്നു. മോദിജിയോട് പറഞ്ഞു നിന്റെ IAS ഞങ്ങൾ തിരിച്ചെടുക്കും, രാജിവെച്ച് പുറത്തു പോടി. ഒപ്പം ജയ്ശങ്കർ മോദിജിയും. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ച് അയ്യപ്പന്റെ പേര് പറഞ്ഞു വോട്ട് അഭ്യർത്ഥിച്ച തൃശൂർ ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയോട് വിശദീകരണം ചോദിച്ച ജില്ലാ കളക്ടർ അനുപമ IASനെതിരെ സോഷ്യൽ മീഡിയയിൽ ശക്തമായ ആക്രമണങ്ങളാണ് സംഘപരിവാർ നടത്തുന്നത്. അനുപമയുടെ ഫേസ്ബുക്ക് പേജിൽ കളക്ടറെ വിമർശിച്ചും ശരണം വിളിച്ചും തങ്ങളുടെ പ്രതിഷേധം തീർക്കുന്നവർ നിരവധിയാണ്. ഇതിനിടയിലാണ് ഇത്തരം രസകരമായ സംഭവങ്ങൾ അരങ്ങേറുന്നത്. എന്തെന്നാൽ നടി അനുപമ പരമേശ്വരന്റെ ഫേസ്ബുക്ക് പേജിലും ഇതേ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട് എന്നതാണ്. ആ അനുപമയാണ് ഈ അനുപമ എന്ന തെറ്റിദ്ധാരണയിലാണോ എന്നറിയില്ല. നടിയുടെ ഫേസ്ബുക്ക് പേജിലും ശരണം വിളിയും ചീത്തവിളിയും നടക്കുന്നുണ്ട്. അനുപമ പരമേശ്വരൻ കളക്ടർ സ്ഥാനം രാജിവെക്കണമെന്നാണ് ചിലരുടെ ആവശ്യം. ഹിന്ദു സമുദായത്തോട് മാപ്പ് പറയണമെന്നും നിർബന്ധം പിടിക്കുന്നവരുണ്ട്. അതേസമയം അനുപമ പരമേശ്വരന്റെ ഫേസ്ബുക്ക് പേജിൽ കമന്റ് ചെയ്യുന്നത് തങ്ങളല്ലെന്നും മറ്റു ചിലർ ബോധപൂർവം ചെയ്യുന്നതാണെന്നും സംഘപരിവാർ അനുഭാവികൾ പറയുന്നുണ്ട്. എന്തായാലും അനുപമ പരമേശ്വരന്റെ പേജിൽ അവർ ഷെയർ ചെയ്തിരിക്കുന്ന ചിത്രങ്ങളുടെ താഴെ വരുന്ന കമന്റുകൾ മുഴുവനും തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടവും ശബരിമലയുമാണ്. എന്നാൽ അനുപമ IASന്റെ ഔദ്യോഗിക പേജിൽ കളക്ടർക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉയർത്തിയിരിക്കുന്നത്. അനുപമയുടെ ഭർത്താവ് ക്ലിൻസൺ ജോസഫിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണ് കിച്ചൺ ട്രഷർ കറി പൗഡർ എന്നും ഈ സ്ഥാപനത്തിന് വേണ്ടിയാണ് ഫുഡ് സേഫ്റ്റി കമ്മീഷണർ ആയിരിക്കെ നിറവറയ്ക്കെതിരെ അനുപമ നടപടികൾ സ്വീകരിച്ചുമെന്നാണ് വലിയൊരു ആരോപണം. കിച്ചൺ ട്രഷർ ഉൽപ്പന്നങ്ങൾ ഹിന്ദുക്കൾ ബഹിഷ്കരിക്കണമെന്ന ആഹ്വാനവുമുണ്ട്. അനുപമയുടെ ഭർത്താവിന്റെ പേര് ക്ലിൻസൺ ജോസഫ് എന്നാണെന്നും ക്രിസ്ത്യാനിയെ വിവാഹം കഴിച്ചതുവഴി അനുപമയും ആ മതം സ്വീകരിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ടാണ് ഹിന്ദുക്കളെ അപമാനിക്കാനായി ശ്രമിക്കുന്നതുമെന്നാണ് മറ്റൊരാക്ഷേപം. സുരേഷ് ഗോപിയെ പിന്തുണച്ച് സപ്പോർട്ട് സുരേഷ് ഗോപി എന്ന കമന്റുകളും നിരവധിയുണ്ട്. കളക്ടർക്ക് അയ്യപ്പനെതിരെയുള്ള പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കാമെങ്കിൽ, സർക്കാരിന് ശബരിമലയ്ക്കെതിരെയുള്ള PSC ചോദ്യം ചോദിക്കാമെങ്കിൽ, സുരേഷ് ഗോപിക്ക് അയ്യപ്പന്റെ പേരിൽ വോട്ട് ചോദിക്കാമെന്നാണ് ചിലർ അനുപമയോട് പറയുന്നത്. കൂടുതൽ വാർത്തകൾക്കായി ന്യൂസ് വാലറ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. വാർത്തകൾക്കായി ദ ന്യൂസ് വാലറ്റ് സൈറ്റ് സന്ദർശിക്കുക. ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക.